ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പൂവാറ് പോയ ബോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്ഥലമാണ്, ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ബോട്ടിംഗ് സെൻറ്റർ. ഇവിടെ കാറൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ടും അതിൻ്റെ സാരഥിയും. കയറിയ ഉടനെ തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മെല്ലെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഇത് നെയ്യാറാറാണ്. നെയ്യാറാറിൻ്റെ അവസാന ഭാഗത്തു നിന്നാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഈ സ്ഥലം കണ്ടോ? എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഈ നേച്ചറൊക്കെ കണ്ടോ? മരങ്ങളും ഇങ്ങനെയൊക്കെ പോവാൻ എന്തൊരു രസമാണല്ലേ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ഒരു ബേർഡിനെ കാണാം. അവൻ്റെ പേരാണ് ബേബി കോർമറോൺ എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അവൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയാണ് മീനിനെ കൊത്തിയെടുത്ത് കഴിക്കുന്നത്. ബേബി കോർമറോൺ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ വേറെ 2-3 ടൈപ്പ് ഉണ്ട്. പല പല കളറാണ്. കണ്ണ് നീല കളറാണ്. അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ മാത്രമാണ് കണ്ടത്. അങ്ങനെ അവന് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അടുത്തൊരാൾ ഇവിടെ ഇരിക്കുന്ന കണ്ടത്. ഇതിൻ്റെ പേരാണ് ഏഷ്യൻ ഓപ്പൺ ബിൽ. ഇത് ഇവിടെ ധാരാളമായി കാണുന്നു. എല്ലാ സീസണിലും ഇല്ല. ഇത് മൈഗ്രേറ്ററി ബേർഡാണ്. ഇത് വെതർ കണ്ടീഷൻ അനുസരിച്ചും ഇതിൻ്റെ ഫുഡിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇതൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകും. ഇതിൻ്റെ നീളം ഉള്ളൊരു ചുണ്ടാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലത്തെ ചിപ്പി കൊത്തിയെടുത്ത് ആണ് ഇത് കഴിക്കുന്നത്. ചിപ്പി കൊത്തിയെടുത്തിട്ട് അതിൻ്റെ ഷെല്ല് 2ആയിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ജീവിയില്ലേ അതിനെയാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അവനും ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി. അപ്പോൾ അടുത്ത ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവൻ്റെ പേരാണ് മൂർഹെൻ. മൂർഹെൻ, വാട്ടർ ഹെൻ അല്ലെങ്കിൽ സ്വാം ചിക്കൻ എന്നൊക്കെ ഇവനെ അറിയപ്പെടും. ഈ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല റിസോർട്ടാണ്. പിന്നെ ഒരുപാട് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്. 2-3 സ്വിമ്മിംഗ് പൂളുണ്ട്. വലിയ സ്വിമ്മിംഗ് പൂളാണ്. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല സീനറി, നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ. ഇത് നേരത്തെ കണ്ടതുപോലത്തെ ഒരു ഏഷ്യൻ ഓപ്പൺ ബില്ലാണ്. അവന്റെ വായിൽ ചിപ്പി ഇരിക്കുന്നത് കണ്ടോ? ഇത് കണ്ടോ? മാമന്മാരിങ്ങനെ തുടങ്ങി പോണത്. ഇതേപോലെ എനിക്കും പോവാൻ ഇഷ്ടമാണ്. നിങ്ങൾക്കും പോവാൻ ഇഷ്ടമാണോ? ചരിത്ര പ്രശസ്തമായ AVM കനാൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് അതിലൂടെയാണ്. 1860 ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവനന്തപുരവും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു കനാലാണ് AVM കനാൽ. പക്ഷേ ഇതിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മുറിഞ്ഞു കിടക്കുകയാണ്. ഭയങ്കര ടൂറിസം സാധ്യതയുള്ളതാണ്. നമ്മുടെ ഗവൺമെൻറ് കുറച്ചൊന്ന് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതൊന്നും അറിഞ്ഞൂടാതെ ആദ്യമായിട്ട് വരുന്ന നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന നമ്മളെ ബോട്ടിലെ ചേട്ടനാണ് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ
ബാക്കിയുള്ള ബോട്ടൊക്കെ നല്ല സ്പീഡിൽ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അവർ തനിയെ അപ്പുറമൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബോട്ട് ഭയങ്കര സ്ലോയിൽ പോവുകയാണ്. എല്ലാം പറഞ്ഞു തന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബേർഡ്സിൻ്റെയും കാര്യങ്ങളും ഈ സ്ഥലങ്ങളുടെ കാര്യവും എത്ര ആഴമുള്ളത് അങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നാണ് പോകുന്നത് കേട്ടോ. നല്ലൊരു ഇതാണ്. നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ ഈ ചേട്ടനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം അറിയാനും പിന്നെ കുറച്ച് പതുക്കെയൊക്കെ പോയി നമ്മളെ ആസ്വദിച്ച് കൊണ്ടുപോകാനൊക്കെ ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ഈ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ആ ചേട്ടൻ അറിയത്തോലും ഉണ്ടാവത്തില്ല. പിന്നെ ആർക്കെങ്കിലും ഉപയോഗം വരട്ടെ എന്ന് പറഞ്ഞ് ഇടുന്നതാണ്. വെള്ളം കയറിയല്ലേ? ആ ചേട്ടൻ പറഞ്ഞ് ക്ലിയർ ആയോ എന്ന് അറിയത്തില്ല. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് 10-12 വർഷം മുന്നേ കരയായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് ഒരുപാട് മണൽ ഇങ്ങനെ എടുത്തെടുത്ത് ആണ് ഇവിടെ ഇങ്ങനെ നല്ല ആഴമുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലമായി മാറിയതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സ്നേക്ക് ബേർഡ് എന്താ ശിവ? ഇത് പറക്കുവോ? നല്ല പറക്കുവോ? അങ്ങനെയല്ല, മുകളിലോട്ട് അതേ ഒരു ഹൈറ്റേ പറ്റുള്ളൂ. കൃഷ്ണപ്പരുന്ത് വെള്ളം കുടിക്കുന്നതാണ്. ഇതാണ് കണ്ടൽ കാടുകൾക്കിടയിലുള്ള ഓപ്പൺ ഷോപ്പ്. അപ്പൂപ്പൻ അവിടെ കരിക്കും ഉപ്പിലിട്ട മാങ്ങയൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ പോകുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫേമസ് ഫിലിമിന് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അനാക്കോണ്ട പോലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സിനിമ. നമുക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ, ഈ ഒരു സീനറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഫിലിമിൻ്റെയൊക്കെ മെമ്മറീസ് പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ടല്ലേ? ഏതൊക്കെ ഫിലിമിലാണ് ഈ ഒരു സീനറി നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഓർമ്മ വരുന്നുണ്ടോ? എന്നാൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കണേ. നമ്മൾ ഈ ബ്യൂട്ടിഫുൾ സീനൊക്കെ കണ്ട് ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മുന്നേ നിന്ന് പോയ 2 ബോട്ടുണ്ടല്ലോ, അവിടെ നിർത്തിയിട്ട് ഭയങ്കര ബഹളം. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ആണ് അവിടെ ഒരു ചേര, വലിയൊരു ചേരയെ കണ്ടു കേട്ടോ. അതിനടുത്തായിട്ട് ഒരു അമ്മ താറാവും കുഞ്ഞി 2 സ്മോൾ ബേബി താറാവും പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചേര വന്നത്. ഒരു വലിയ മുട്ടൻ ചേര.
പാമ്പല്ല, ചേര ചേര. കണ്ടാ അതൊക്കെ കടിച്ചു വല്ലോ. അപ്പൊ നമ്മൾ താറാവിനെയും ചേരേനൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ കുറെ ചേട്ടന്മാര് ചിപ്പി പറക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ചിപ്പി തരുമെന്ന് ചോദിച്ചപ്പോ ചേട്ടന്മാര് തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ ചിപ്പി എടുക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി ഫ്രണ്ട്സ്. താങ്ക്സ്. ശിവ കാണിച്ചേ ഇങ്ങോട്ടോ. കാണി കാണി കഴി. ഇനി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ്. അവിടെ ഒരു 7-8 ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് നമ്മൾ കണ്ടു. അങ്ങനെ ഫ്രണ്ട്സ്, മാമനാണെങ്കിൽ എനിക്കാണെങ്കിൽ ബോട്ട് ഡ്രൈവ് ചെയ്യാൻ തന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഞാൻ ഡ്രൈവ് ചെയ്തു. മാമനും കൂടെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ലേക്കൊക്കെ കഴിഞ്ഞ് കണ്ടൊക്കെ മുന്നോട്ടൊക്കെ പോയപ്പോഴാണ് ബീച്ചൊക്കെ വന്ന്. അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പക്ഷെ എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. അത് ഭയങ്കര ഒരു വലിയ വിഷമമായിപ്പോയി എനിക്ക്. നമ്മളുടെ ബോട്ടിൽ അങ്കിൾ പറഞ്ഞു ഇന്നലെ ബീച്ച് ഓപ്പൺ ആയിരുന്നു, ഇന്ന് ബീച്ച് ക്ലോസ്ഡ് ആണെന്ന്. അത് ഭയങ്കര സാഡായിപ്പോയി എനിക്ക്. പക്ഷെ ഐസ്ക്രീം കിട്ടിയല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ സീയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷെ ഞാനാണ് പിന്നെയും ഡ്രൈവ് ചെയ്തത്. ആ ദൂരെ കാണുന്ന റോക്ക് കണ്ടോ, അതിന് എലിഫന്റിന്റെ ഷേപ്പല്ലേ കണ്ടോ. അതുകൊണ്ട് അതിൻ്റെ പേര് എലിഫന്റ് റോക്ക് എന്നാണ്.
അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഫ്രണ്ട്സ്. ഇതാണ് അനീഷ് അങ്കിൾ. നമുക്ക് എല്ലാ കാര്യമൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ സേഫായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന അനീഷ് അങ്കിളാണ് അത്. അങ്ങനെ നമ്മൾ അനീഷ് അങ്കിളിനെയും ബോട്ടിനെയൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ ബോട്ടിൽ നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. See you next time. Bye bye.